കൊല്ലത്തുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 75 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. 75 ആളുകളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ കൊല്ലം മെഡിക്കൽ കോളേജിൽ നിന്ന് 39 ആളുകളുടെ മരണം സ്ഥിരീകരിച്ചതായി നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ മരണസംഖ്യ 75 ആയി എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊല്ലത്തുമായി നിരവധി ആളുകൾ ഇപ്പോഴും ചികിത്സയിലാണ്. പരിക്കേറ്റ നിരവധി ആളുകളുടെ നില ഗുരുതരമാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. വെടിക്കെട്ട് മത്സരത്തിന് അനുമതി നിഷേധിച്ചിരുന്നുവെന്ന് ജില്ലാ കളക്ടർ ഷൈന മോൾ പ്രതികരിച്ചു. അപകടത്തെക്കുറിച്ച് പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കളക്ടർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇവിടെ മത്സരക്കമ്പത്തിന് പെർമിഷൻ ഞങ്ങൾ നിഷേധിച്ചതാണ്. ഈ മത്സരക്കമ്പം ഇവിടെ നടക്കാനുള്ള പെർമിഷൻ ഇത്തവണ ജില്ലാ ഭരണകൂടം അവർക്ക് നിരസിച്ചതാണ്. അതിനുശേഷം ഇന്നലെയാണ് ഞാൻ ഒരു ഇലക്ഷന്റെ മീറ്റിംഗിൽ ട്രിവാൻഡ്രത്തായിരുന്നു. രാത്രി എപ്പോഴാണ് തിരിച്ചെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഫ്യൂസ് ചെയ്തതിന് ശേഷം ഇത് ഉണ്ടായതുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ അങ്ങനെ നോക്കേണ്ട. നമ്മൾ പെർമിഷൻ കൊടുക്കുമ്പോഴാണല്ലോ കണ്ടീഷനോട് കൂടി സുരക്ഷാ ക്രമീകരണങ്ങൾ വെച്ചും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്താണെന്നുള്ളത് ഞാൻ പോലീസിൽ നിന്ന് റിപ്പോർട്ട് അവരോട് ചോദിക്കുന്നുണ്ട് മോർണിംഗ് തന്നെ. ഇപ്പൊ ഏറ്റവും വലിയ പ്രയോറിറ്റി ആളുകളുടെ എത്രയും പെട്ടെന്ന് ആളുകളെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും മോർണിംഗിൽ തന്നെ ഇനി മോർണിംഗിൽ മീറ്റിംഗ് കൂടിയതിനു ശേഷം കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിപ്പോർട്ട് കോൾ ചെയ്യും.